വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 11 വാക്യങ്ങൾ 14 മുതൽ 23 വരെ. ദൈവാത്മാവിനാലുള്ള പ്രവൃത്തികൾ. ഈശോ ഊമയായ ഒരു പിശാചിനെ ബഹിഷ്കരിക്കുകയായിരുന്നു. പിശാച് പുറത്തുപോയപ്പോൾ ആ ഊമ സംസാരിച്ചു. ജനക്കൂട്ടം അത്ഭുതപ്പെട്ടു. അവരിൽ ചിലർ പറഞ്ഞു, അവൻ പിശാചുകളുടെ തലവനായ ബെൽസെബൂലിനെ കൊണ്ടാണ് പിശാചുകളെ ബഹിഷ്കരിക്കുന്നത്. വേറെ ചിലർ അവനെ പരീക്ഷിക്കാൻ സ്വർഗത്തിൽ നിന്ന് ഒരടയാളം അവനോട് ആവശ്യപ്പെട്ടു. അവരുടെ വിചാരങ്ങൾ അറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു, അന്തഛിദ്രമുള്ള ഓരോ രാജ്യവും വിജനമാക്കപ്പെടും, ഭവനം ഭവനത്തിന്മേൽ പതിക്കും. സാത്താൻ തനിക്ക് തന്നെ എതിരായി ഭിന്നിച്ചാൽ അവന്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും? ഞാൻ ബെൽസെബൂലിനെ കൊണ്ട് പിശാചുകളെ ബഹിഷ്കരിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബെൽസെബൂലിനെ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ പുത്രന്മാർ ആരെ കൊണ്ടാണ് ബഹിഷ്കരിക്കുന്നത്? അതുകൊണ്ട് അവർ നിങ്ങളുടെ വിധികർത്താക്കളായിരിക്കും. എന്നാൽ ദൈവത്തിന്റെ വിരൽ കൊണ്ടാണ് ഞാൻ പിശാചുകളെ ബഹിഷ്കരിക്കുന്നതെങ്കിൽ ദൈവരാജ്യം നിങ്ങളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. ശക്തൻ ആയുധധാരിയായി തന്റെ കൊട്ടാരത്തിന്റെ കാവൽ നിൽക്കുമ്പോൾ അവനുള്ളതെല്ലാം സുരക്ഷിതമാണ്. എന്നാൽ കൂടുതൽ ശക്തനായ ഒരുവൻ അവനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയാൽ അവൻ ആശ്രയിച്ചിരുന്ന ആയുധങ്ങൾ മറ്റേയാൾ അപഹരിക്കുകയും കൊള്ള മുതൽ ഭാഗിച്ചെടുക്കുകയും ചെയ്യും. എന്നോടുകൂടെയല്ലാത്തവൻ എനിക്കെതിരാണ്, എന്നോടുകൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 3 വാക്യങ്ങൾ 10 മുതൽ 17 വരെ അഗ്നിയാൽ വെളിവാക്കപ്പെടുന്നു. ദൈവം എനിക്ക് നൽകിയ കൃപയനുസരിച്ച് വിദഗ്ധനായ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ പണിതുയർത്തുന്നു. ഓരോരുത്തരും എങ്ങനെയാണ് പണിതുയർത്തുന്നതെന്ന് ശ്രദ്ധിക്കട്ടെ. കാരണം ഈശോ മിശിഹ എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരടിസ്ഥാനമിടാൻ ആർക്കും കഴിയുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് ആരു പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കാരണം ആ ദിവസം അത് വ്യക്തമാകും. എന്തെന്നാൽ അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി എപ്രകാരമെന്ന് അഗ്നി തെളിയിക്കും. ഒരുവൻ ചെയ്ത പണി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം ലഭിക്കും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവനെ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെന്ന പോലെ അവൻ രക്ഷ പ്രാപിക്കും. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നെന്നും നിങ്ങൾക്കറിയില്ലേ? ആരെങ്കിലും ദൈവത്തിന്റെ ആലയം നശിപ്പിച്ചാൽ അവനെ ദൈവവും നശിപ്പിക്കും. കാരണം ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, അത് നിങ്ങളാണ്.